ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്കാണ്. റെപ്പട്രി ഫസ്റ്റ് ക്ലാസ് ആണ്, TPB. ഇപ്പോൾ TPB എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജനറൽ റെപ്പട്രി ആണ്. നമുക്ക് പഠിക്കാനുള്ള 3 ബേസിക് റെപ്പട്രീസിൽ TPB, BBCR, കെൻഡ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കാർഡ് റെപ്പട്രീസ്, കമ്പ്യൂട്ടർ റെപ്പട്രീസ്, പിന്നെ ഒരു എവല്യൂഷൻ ഓഫ് റെപ്പട്രീസ് എന്ന് പറഞ്ഞൊരു വലിയ ടോപ്പിക്ക്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ബേസ് ആയിട്ട് തുടങ്ങുകയാണ് TPB തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെയിം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടിക്കബിലിറ്റി ഓഫ് ബോണിംഗ്ഹസൻസ് തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് ഫോർ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ടു യൂസ് അറ്റ് ദ ബെഡ് സൈഡ് ആൻഡ് ഇൻ ദ സ്റ്റഡി ഓഫ് മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ഈ ഒരു നെയിം കാണുന്നത് അലൻ്റെ TPBയിലാണ്. അലൻ TPBൻ്റെ ഹെഡിങ് ആണിത്. ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടിക്കബിലിറ്റി ഓഫ് ബോണിംഗ്ഹസൻസ് തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് ഫോർ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ടു യൂസ് അറ്റ് ദ ബെഡ് സൈഡ് ആൻഡ് ഇൻ ദ സ്റ്റഡി ഓഫ് മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ഒറിജിനലി ഇതിൻ്റെ ഓൾഡ് നെയിം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറാപ്യൂട്ടിക് മാനുവൽ ഫോർ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഫോർ യൂസ് അറ്റ് സിക്ക് ബെഡ് എന്നാണ് ഇൻ ദ സ്റ്റഡി ഓഫ് മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ബെഡ് സൈഡ് എന്നുള്ളതിൻ്റെ മുമ്പത്തെ ഓൾഡ് എഡിഷനിൽ സിക്ക് ബെഡ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ആൻഡ് ഇൻ ദ സ്റ്റഡി ഓഫ് മെറ്റീരിയ മെഡിക്ക. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ബാരൻ ക്ലെമൻസ് മരിയ ഫ്രാൻസ് വോൺ ബോണിംഗ്ഹസൻ ഇൻ ദ ഇയർ 1846. അപ്പോൾ ഇതിലൊക്കെ എല്ലാം ഓരോ ലൈൻ ബൈ ലൈൻ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒറിജിനൽ നെയിം ഓഫ് ബോണിംഗ്ഹസൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാരൻ ക്ലെമൻസ് മരിയ ഫ്രാൻസ് വോൺ ബോണിംഗ്ഹസൻ. പിന്നെ ഏത് ഇയറിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1846. പിന്നെ ബുക്ക് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ജർമ്മൻ. ഹലോ, ആൻഡ് ഈസ് ഒറിജിനലി റിട്ടൺ ഇൻ ജർമ്മൻ ലാംഗ്വേജ് ആൻഡ് കണ്ടെയ്നിങ് 126 റെമഡീസ് കേട്ടോ. അപ്പോൾ ഈ റെപ്പട്രിയിൽ 2 പാർട്സാണ് ഉള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടും ഉണ്ട്, പിന്നെ റെപ്പട്രി പോപ്പറും ഉണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതിയിട്ടുള്ളതാണ് H. റോബർട്സ് ആൻഡ് ഡോക്ടർ ആനി സി വിൽസൺ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു റോട്ട് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് TPB? ഡോക്ടർ H. റോബർട്സ് ആൻഡ് ഡോക്ടർ ആനി സി വിൽസൺ. പിന്നെ പബ്ലിഷർ ഒന്നും ആവശ്യമില്ല, ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഒന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഹു ഇസ് ദ ഫാദർ ഓഫ് ഹോമിയോപ്പതിക് റെപ്പട്രി? Hello? Very good. First to evaluate remedies in repertory. First to evaluate remedies in repertory. First to make a general repertory. First enunciate the principles of analogy. First to introduce concomitants to homeopathy. First to develop concordance of remedies. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആരാണ്? ഡോക്ടർ ബോണിംഗ്ഹസൻ ആണ്. അപ്പോൾ ഫാദർ ഓഫ് ഹോമിയോപ്പതിക് റെപ്പട്രി, ഫസ്റ്റ് ടു ഇവാലുവേറ്റ് റെമഡീസ് ഇൻ റെപ്പട്രി, ഫസ്റ്റ് ടു മേക്ക് എ ജനറൽ റെപ്പട്രി. ഫസ്റ്റ് റെപ്പട്രി ഏതാണ്? ഫസ്റ്റ് റെപ്പട്രി ഫ്രാഗ്മെന്റ ഡിവർബിസ്. വെരി ഗുഡ്. അപ്പോൾ ഫസ്റ്റ് ഫ്രാഗ്മെന്റ ഡിവർബസ് ആണ് ഫസ്റ്റ് റെപ്പട്രി, ഫസ്റ്റ് ഫാർമസി, എല്ലാം അതാണ്. പക്ഷേ ഫസ്റ്റ് മെറ്റീരിയ മെഡിക്ക ഇൻക്ലൂഡിങ് എല്ലാം ഫ്രാഗ്മെന്റ ഡിവർബസ് ആണ്. പക്ഷേ ഫസ്റ്റ് ജനറൽ റെപ്പട്രി, അതായത് നമ്മൾ TPB എന്ന് പറഞ്ഞ തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് എന്ന് പറയുന്നത് പാരന്റ് ഓഫ് ഹോൾ റെപ്പട്രീസ് എന്ന് പറയാം. എല്ലാ റെപ്പട്രിയുടെയും ബേസ് എന്ന് പറഞ്ഞത് TPB ആണ്. അപ്പോൾ ഫസ്റ്റ് ടു മേക്ക് എ ജനറൽ റെപ്പട്രി, ഇതിൽ ഫസ്റ്റ് റെപ്പട്രി എന്ന് പറഞ്ഞാൽ റെപ്പട്രി ഓഫ് ആന്റിസോറിക് ആണ്. ഇത് TPB അതിന് ശേഷം വന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടു മേക്ക് എ ജനറൽ റെപ്പട്രി, ഫസ്റ്റ് എനൻഷിയേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹലോ, അപ്പൊ ഫസ്റ്റ് റെപ്പർട്ടറി ചോദിച്ച് ചെയ്താൽ വേണ്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് കൺകോമിറ്റൻസ് ടു ഫ്രാഗ്മെന്റഡ് ഡിവർബസ് ആണ് ഫസ്റ്റ് റെപ്പട്രി. ഞാൻ ഉദ്ദേശിച്ചത് ബോണിംഗ്ഹസൻ ഫസ്റ്റ് റെപ്പട്രി എന്ന് പറയുമ്പോൾ റെപ്പട്രി ഓഫ് ആന്റി, ഫസ്റ്റ് ഇനിഷ്യറ്റ് പ്രിൻസിപ്പിൾ ഓഫ് അനലോഗി, ഇതെല്ലാം വരും. ഞാൻ ഇതിൽ ബോണിംഗ്ഹസൻ ബോൺ ഇൻ നെതർലാൻഡ്സ് ഓൺ 12th. അതെ. അപ്പോൾ 12th മാർച്ച് 1785. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബർത്ത് ഇയർ ഓഫ് ഡോക്ടർ ബോണിംഗ്ഹസൻ ചോദിക്കുന്നുണ്ട്. അത് 1785. ഡെത്ത് ഇയർ ഏതാണ്? 1864. ടോട്ടൽ ഇയേഴ്സ് 79 ഇയേഴ്സ് കേട്ടോ. എങ്ങനെയാണ് ബോണിംഗ്ഹസൻ ഹോമിയോപ്പതിയിലോട്ട് വന്നത്? അപ്പോൾ പ്യൂർലൻ ട്യൂബർക്ലോസിസ് വന്നിട്ട് ഡോക്ടർ വീഹിന് ഒരു ഫെയർവെൽ ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ഡോക്ടർ വീഹ് പൾസാറ്റിൽ വെച്ചിട്ട് ബോണിംഗ്ഹസനെ ക്യൂർ ചെയ്തിട്ടാണ് ബോണിംഗ്ഹസൻ എങ്ങോട്ട് വരുന്നത്? ടു ഹോമിയോപ്പതി വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരുന്നു അസുഖം? പ്യൂർലൻ ട്യൂബർക്ലോസിസ്. ഹു ട്രീറ്റഡ് ബോണിംഗ്ഹസൻ? ഡോക്ടർ വി. വിച്ച് ഇയർ? 1826. വാട്ട് വാസ് ദ മെഡിസിൻ? പൾസാറ്റില. ഈ 4 പോയിന്റും ഓരോ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ പ്യൂർലൻ ട്യൂബർക്ലോസിസ്, ഡോക്ടർ വി, 1828, and the medicine is pulsatilla.
And which university Bonninghausen belongs to? It is Dutch University, with the degree of Doctor of Civil and Criminal Law. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട് വാസ് ദ പ്രൊഫഷൻ ഓഫ് ഡോക്ടർ ബോണിംഗ്ഹസൺ ബിഫോർ എൻട്രിങ് ടു ഹോമിയോപ്പതി? അതിലെന്താണ്? ഡോക്ടർ ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ ലോ. എങ്ങനെ ഹാനിമാന്റെ ഡെത്ത് എങ്ങനെയായിരുന്നു? സ്ലൈഡ് മാറിയില്ലേ? ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഡോക്ടർ ഹാനിമാന്റെ, അതെ, ബ്രോങ്കിയൽ ആസ്മ. വെരി ഗുഡ്. അപ്പം ഡോക്ടർ ഹാനിമാന് ഇയർ എന്ന് പറയുന്നത് 1755 to 1843 ആണ്. 88 ഇയേഴ്സ് ആയിരുന്നു. ബ്രോങ്കിയൽ ആസ്മയാണ്. പിന്നെ ബോണിംഗ്ഹസൺ ആണെങ്കിൽ 1785 to 1864 ആണ്. 79 ഇയേഴ്സ്. ഡെത്ത് ബൈ അപ്പോപ്ലെക്സി. ഡോക്ടർ ബോഗർ ആണെങ്കിൽ 1861 to 1935, 74 ഇയേഴ്സ് ആയിരുന്നു. ഡെത്ത് ബൈ ഫുഡ് പോയ്സണിങ്. ഡോക്ടർ കെന്റ് 1849 to 1960, 67 ഇയേഴ്സ് ആയിരുന്നു. The reason for the death is Bright disease. അപ്പോൾ അത് ഈ ഒരു സ്ലൈഡ് നല്ലോണം നോക്കണം കേട്ടോ. ഇയർ ഏത് ഇയർ ആണെന്ന് ചോദിക്കും. വാട്ട് വാസ് ദ റീസൺ ഫോർ ദ ഡെത്ത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ വർക്ക്സ് ഓഫ് ബോണിംഗ്ഹസൺ ആണ് നെക്സ്റ്റ് കേട്ടോ. ദ ക്യൂർ ഓഫ് കോളറ ആൻഡ് ഇസ് പ്രിവെന്റീവ് ഇൻ ദ ഇയർ 1831. റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് മെഡിസിൻ ഏതാ ഇയർ? അതൊരിക്കലും മറന്നു പോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെപ്പർട്ടറി ആണ് റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് മെഡിസിൻ 1832. ഈ റെപ്പർട്ടറി ആണ് ബോഗർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിന്റെ പേരെന്താണെന്ന് അറിയോ? ഇതിനൊരു വേറൊരു പേരുണ്ട്. ഈ ആന്റിസോറിക് മെഡിസിൻ ഒരു വേറെ പേരുണ്ട്. സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക് റെപ്പർട്ടറി. വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് ഇയർ ആണ്? 1900. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ബോഗർ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ടു ഇംഗ്ലീഷ് ഇൻ ദ ഇയർ 1900. അപ്പോൾ അത് ഈ റെപ്പർട്ടറിയാണ് റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് മെഡിസിൻ 1832. പിന്നെ അനറ്റം മറ്റേ ഹോമിയോപ്പതിക് തെറാപ്പി ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ. അവിടെ ഇന്റർമിറ്റന്റ് ഫീവർ ആണ്. ഇന്റർമിറ്റന്റ് ഫീവർ ഏത് ഇയറിലാണ്? 1833 പിന്നെ ഹോമിയോപ്പതിക് ഡയറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇമേജ് ഓഫ് ഡിസീസ് ഉണ്ട്. അതും സെയിം ഇയർ 1833. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് റെപ്പർട്ടറി ആണ് റെപ്പർട്ടറി ഓഫ് മെഡിസിൻ വിച്ച് ആർ നോട്ട് ആന്റിസോറിക് ഇൻ ദ ഇയർ 1835. അപ്പൊ ആ ആന്റിസോറിക് മെഡിസിൻസ് 1832, വിച്ച് ആർ നോട്ട് ആന്റിസോറിക് 1835. 2 ഇയറും മാറിപ്പോവരുത്. പിന്നെ അറ്റംപ്റ്റ് അറ്റ് ഷോയിങ് ദ റിലേറ്റീവ് കിൻഷിപ്പ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ഇൻ ദ ഇയർ 1836. ഈ റെപ്പർട്ടറി ഈ പേരിലല്ലാണ്ട് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ആ പേരെന്താ അറിയോ? വെർവാൻഷാപ്പൻ റെപ്പർട്ടറി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഈ ഒരു റിലേറ്റീവ് കിൻഷിപ്പ് മാത്രമല്ല ചോദിക്കുക. വെർവാൻഷാപ്പൻ റെപ്പർട്ടറി ഏത് ഇയർ ആണെന്ന് ചോദിക്കും. 1836 ആണ് കേട്ടോ. TPB ഏത് ഇയർ? 1846. പിന്നെ ബ്രീഫ് ഇൻസ്ട്രക്ഷൻ ഫോർ നോൺ ഫിസിഷ്യൻ ആസ് ടു പ്രിവെൻഷൻ ഓഫ് ക്യൂർ ഓഫ് കോളറ 1849. പിന്നെ ദ 2 sides ഓഫ് ഹ്യൂമൻ ബോഡി ആൻഡ് റിലേഷൻഷിപ്പ് 1853. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 sides ഓഫ് ഹ്യൂമൻ ബോഡി ആൻഡ് റിലേഷൻഷിപ്പ് 1853. പിന്നെ ഹോമിയോപ്പതിക് ഡൊമസ്റ്റിക് ഫിസിഷ്യൻ 1853. The homeopathic treatment of whooping cough and its various forms 1860. The aphorisms of Hippocrates with notes by an homeopath 1863. പിന്നെ അറ്റംപ്റ്റ് അറ്റ് ഹോമിയോപ്പതിക് തെറാപ്പി ഓഫ് ഇന്റർമിറ്റന്റ് ആൻഡ് അതർ ഫീവേഴ്സ്. ഇവിടെ ഇന്റർമിറ്റന്റ് മാത്രമല്ല, അവിടെ ആൻഡ് അതർ ഫീവേഴ്സ് എന്നും കൂടി അതിന്റെ ഹെഡിങ് ഉണ്ട്. എസ്പെഷ്യലി ഫോർ വുഡ് ബി ഹോമിയോപ്പസ് ഇൻ ദ ഇയർ 1864. 1864 ബോണിംഗ്ഹസന്റെ ഡെത്ത്. ആ സെയിം ഇയറിലാണ് എന്ത് എഴുതിയിട്ടുള്ളത്? ഇന്റർമിറ്റന്റ് ആൻഡ് അതർ ഫീവേഴ്സ് എഴുതിയിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുമ്പത്തെ ഇയറിലാണ് എന്ത് എഴുതിയിട്ടുള്ളത്? അഫോറിസംസ് ഓഫ് ഹിപ്പോക്രേറ്റ്സ് വിത്ത് നോട്ട്സ് ബൈ ഹോമിയോപ്പത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് നോക്കാനുള്ളത് റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് മെഡിസിൻ 1832, റെപ്പർട്ടറി ഓഫ് മെഡിസിൻ വിച്ച് ആർ നോട്ട് ആന്റിസോറിക് 1835, അറ്റംപ്റ്റ് അറ്റ് ഷോയിങ് റിലേറ്റീവ് കിൻഷിപ്പ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ 1836. അതിന്റെ വേറെ പേര് വെർവാൻഷാപ്പൻ റെപ്പർട്ടറി 1836. പിന്നെ TPB 1846, 2 sides ഓഫ് ഹ്യൂമൻ ബോഡി ആൻഡ് റിലേഷൻഷിപ്പ് 1853. 1853 നമ്മൾ അങ്ങനെ നമ്മളൊരു കോഡ് വെക്കാറുണ്ട്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ട്വിസ്റ്റ് ചെയ്തിട്ടും ഒക്കെ പഠിക്കണം. അപ്പോൾ 1853 ആകുമ്പോൾ നമ്മൾ 1835 ഏത് റെപ്പർട്ടറി ഉള്ളത്? ജാസ് റെപ്പർട്ടറി. ഫസ്റ്റ് എഡിഷൻ. ഓക്കെ, ജാർ റെപ്പർട്ടറി ഫസ്റ്റ് എഡിഷൻ കേട്ടോ. പിന്നെ ഹോമിയോപ്പതിക് ഡൊമസ്റ്റിക് വിഷൻ 1853. പിന്നെ അഫോറിസംസ് ഓഫ് ഹിപ്പോക്രേറ്റ്സ് ബൈ നോട്ട്സ് ബൈ ആൻ ഹോമിയോപ്പത്ത് 1863. പിന്നെ ഇന്റർമിറ്റന്റ് ആൻഡ് അതർ ഫീവേഴ്സ് 1864. ഇത്രയാണ് വർക്ക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ലിറ്റററി വർക്ക് ഓഫ് ബോണിംഗ്ഹസൺ?
ബോണിങ്ങസിന്റെ ഗ്രേറ്റസ്റ്റ് ലിറ്റററി വർക്ക് എന്ന് അറിയപ്പെടുന്നത് അഫോറിസംസ് ഓഫ് ഹിപ്പോക്രേറ്റ്സ് ആണ് കേട്ടോ. ഏത് ഇയർ? 1863. 63. നെക്സ്റ്റ് സ്ലൈഡ് മാറിയായിരുന്നോ? ഇല്ല. Then Bonninghassen's concept of totality ട്ടോ. ബോണിങ്ങസൺ കൺസെപ്റ്റ് ഓഫ് ടോട്ടാലിറ്റിയിൽ ഈ 7 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാലും എവിടെ ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഫസ്റ്റ് ക്യുസിൽ എന്തുണ്ട്? എസ് ഉണ്ട്. അപ്പോൾ എസ് എന്നുള്ളത് സബ്ജക്റ്റ് ആണെന്ന് ആലോചിക്കുക. സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റി അല്ലേ? അപ്പോൾ പേഴ്സണാലിറ്റി ഓർ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് ആണ് ക്യുസ്. ക്യുഡിൽ എന്തുണ്ട്? ഡി ഉണ്ട്. അപ്പോൾ ഡിസീസ് സംബന്ധമായിട്ട് എന്തോ ആണ്. നേച്ചർ ആൻഡ് പെക്യുലാരിറ്റി ഓഫ് ദ ഡിസീസ്. പിന്നെ ഉബി എന്ന് പറഞ്ഞത് സീറ്റ് ഓഫ് ഡിസീസ്. ക്യൂബസ് ഓക്സിലസ് അക്കമ്പനിയിങ് സിംറ്റംസ്. ക്യൂർ എന്നുള്ളത് കോസ് ഓഫ് ഡിസീസ്. കൊമാഡോ എം ആലോചിക്കുക മൊഡാലിറ്റീസ്. ക്വാണ്ടോ എന്നുള്ളത് ടൈം. അപ്പോൾ ഇത് മറന്നു പോയത്. ക്യുസ് പേഴ്സണാലിറ്റി ഓർ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ്. ക്യുഡ് നേച്ചർ ആൻഡ് പെക്യുലാരിറ്റി ഓഫ് ദ ഡിസീസ്. ഉബി സീറ്റ് ഓഫ് ഡിസീസ്. ക്യൂബസ് ഓക്സിലസ് അക്കമ്പനിയിങ് സിംറ്റംസ്. ക്യൂർ കോസ് ഓഫ് ഡിസീസ്. കൊമാഡോ മൊഡാലിറ്റീസ്. ക്വാണ്ടോ ടൈം കേട്ടോ. ഇനി ഇതിന് ട്രാൻസ്ലേഷൻസ്. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരുന്നു. പക്ഷെ ഒരു അനോണിമസ് പേഴ്സൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആരാന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഏതൊക്കെയോ ബുക്കിൽ ഇത് സ്റ്റാഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഒതന്റിസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പഠിക്കേണ്ട. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ അനോണിമസ് ആണ്. നെക്സ്റ്റ് ബൈ ഹെമ്പൽ ആണ്. ഹെമ്പൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇയർ 1847 ആണ് കേട്ടോ. അതൊരു കെയർലെസ് ട്രാൻസ്ലേഷൻ ആയിരുന്നു. അതുകൊണ്ട് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഒരു ട്രാൻസ്ലേഷൻ ബോഗർ ആൻഡ് ഓക്കി 1847 ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ അത് മോസ്റ്റ് അക്സെപ്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞത് 1891 TF അലന്റെ ട്രാൻസ്ലേഷൻ ആണ്. TF അലന്റെ ട്രാൻസ്ലേഷൻ ഏതാ ഇയർ? 1891. TF അലന്റെ ട്രാൻസ്ലേഷന്റെ ഇയർ മറന്നു പോകരുത്. 1891 കേട്ടോ. TF അലൻസ് ആഡഡ് 220 റെമഡീസ് ആഡ് ചെയ്തിട്ടുണ്ട്. 4 റെമഡീസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടലി 342 റെമഡീസ് ആയിരുന്നു. ഒറിജിനൽ വർക്കിൽ എത്ര റെമഡീസ് ഉണ്ടായിരുന്നു? 126. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ 1935 H. റോബർട്ടിന്റെ ട്രാൻസ്ലേഷൻ. അതിൽ 362 റെമഡീസ് ആണുള്ളത്. ഒരു ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ഉണ്ട് ഡൺ ബൈ ബോണിങ്ങസൺ ഹിംസെൽഫ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ആലോചിക്കേണ്ട ഫസ്റ്റ് അനോണിമസ് ആണ്. പിന്നെ 1891 TF അലന്റെ ഇത് 4 റെമഡീസ് ഒമിറ്റ് ചെയ്തു. 220 റെമഡീസ് ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ ഓഫ് റെമഡീസ് 342. പിന്നെ H. റോബർട്സിന്റെ 1935 അതിൽ 362 റെമഡീസ് ഉണ്ട്. ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ബൈ ബോണിങ്ങസൺ ഹിംസെൽഫ്. ഇനി ഒറിജിനൽ എഡിഷൻ 1846 ആയിരുന്നു. ഏത് ലാംഗ്വേജിലായിരുന്നു ഒറിജിനൽ എഡിഷൻ? ജർമ്മൻ. TF വെരി ഗുഡ്. TF അലൻ 1891 വെരി ഗുഡ്. ഓക്കെ. രണ്ടിലും 7 സെക്ഷൻ തന്നെയുള്ളത് കേട്ടോ. 7 സെക്ഷനാണല്ലോ. 126 റെമഡീസ്. TF അലൻ 342 റെമഡീസ്. ഡ്രോപ്പ് ചെയ്ത 4 മെഡിസിൻസ് ഏതൊക്കെയാണ്? ആംഗസ്റ്റുര, മാഗ്നറ്റിസ് പോളിസ് ആർട്ടിക്കസ്, മാഗ്നസ് പോളി അംബോ, മാഗ്നസ് പോളി ആർട്ടിക്കസ് ട്ടോ. ഓസ്ട്രാലിസ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ. കറക്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. പിന്നെ ഇതിൽ അഗ്രവേഷൻ ആൻഡ് ആംപ്ലിറേഷൻ കൊടുത്തിട്ടുള്ളത് അഗ്രവേഷൻ അക്കോർഡിംഗ് ടു ടൈം, അഗ്രവേഷൻ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ആൻഡ് സർക്കംസ്റ്റൻസസ് ആൻഡ് ആംപ്ലിറേഷൻ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ആൻഡ് സർക്കംസ്റ്റൻസ് എന്നായിരുന്നു ഒറിജിനൽ എഡിഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ TF അലൻ അത് എന്ത് ചെയ്തു? 2 എണ്ണാക്കി മാറ്റി. എന്ത്? അഗ്രവേഷനും ആംപ്ലിറേഷനും മാത്രമാക്കി മാറ്റി. അതുപോലെ തന്നെ അഗ്രവേഷൻ ആണ് ഏറ്റവും കൂടുതൽ പേജസ് ഉള്ളത്. ആംപ്ലിറേഷൻ ഏറ്റവും കുറവ് പേജസേ ഉള്ളൂ. കാരണം എല്ലാവരും പേഷ്യൻസ് ഒക്കെ എപ്പോഴും എന്താ അഗ്രവേഷൻ ആണ് കൂടുതലായിട്ട് പറയാറ്. അപ്പൊ അഗ്രവേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആംപ്ലിറേഷന് കുറച്ചേ ഉള്ളൂ, കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. പിന്നെ കൺകോർഡൻസ് ഓഫ് റെമഡീസ് ആണ് ബോണിങ്ങസൺ പറഞ്ഞിട്ടുള്ളത്. റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ് ആണ് അലൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹു ആഡഡ് സൈഡ്സ് ഓഫ് ദ ബോഡി ടു TPB? TF അലൻ ആയിരുന്നു. 1864 ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹു ആഡഡ് സൈസ് ഓഫ് ദ ബോഡി ടു TPB TFLN 1864. ഞാൻ ഇതൊക്കെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് ഒന്നും കറക്റ്റ് ആയിട്ട് സ്ലൈഡ് ഷോ വരുന്നില്ല. സ്ലൈഡ് ഷോ ആയിട്ട് വരുന്നുണ്ടോ അപ്പോ? ഇല്ല ഇല്ല മാഡം. എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ അതിന്റെ മേലെ എങ്ങനെയാ ഇത് വരുന്നോണ്ട്, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നൊക്കെ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഫോളോ ചെയ്യാൻ? ഇല്ല. ഇനി ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ കുറച്ച് ടേംസ് ആണ്. അത് ആ ടേംസ് മാത്രം പഠിച്ചാൽ മതി. അത് ഇൻട്രൊഡക്ഷൻ ഫുൾ ആയിട്ട് വായിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പൊ റെഡ് ത്രെഡ് ഇൻ ദ കോട്ടേജ് ഓഫ് ബ്രിട്ടീഷ് നേവി എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്, പക്ഷെ ഒന്നും പറ്റിയില്ല. റെഡ് ത്രെഡ് ഇൻ ദ കോട്ടേജ് ഓഫ് ബ്രിട്ടീഷ് നേവി എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് അനലോഗി അല്ലെങ്കിൽ ഗ്രാൻഡ് ജനറലൈസേഷൻ. ഈ ഒരു ഇതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ് ത്രെഡ് ഇൻ ദ കോട്ടേജ് ഓഫ് ബ്രിട്ടീഷ് നേവി എന്ന് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിച്ചിരുന്നാൽ മതി. റെഡ് ത്രെഡ് ഇൻ ദ കോട്ടേജ് ഓഫ് ബ്രിട്ടീഷ് നേവി ഇറ്റ് ഈസ് ഡോക്ട്രിൻ ഓഫ് അനലോഗി അല്ലെങ്കിൽ ഗ്രാൻഡ് ജനറലൈസേഷൻ. ഹു വാസ് അഗേൻസ്റ്റ് ഡോക്ട്രിൻ ഓഫ് അനലോഗി? കെന്റും ഹെറിങ്ങും ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ അധികം കെന്റ് വെച്ചിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ കേട്ടോ. ഹു വാസ് അഗേൻസ്റ്റ് ഡോക്ട്രിൻ ഓഫ് അനലോഗി? കെന്റ് ആൻഡ് ഹെറിങ്. അൺറീസണബിൾ അറ്റൻഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺകോമിറ്റൻസിനെയാണ് എന്ത് അൺറീസണബിൾ അറ്റൻഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വാർപ്പ് ഓഫ് ഫാബ്രിക് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് ലീഡിങ് സിംറ്റത്തിനെയാണ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, വാർപ്പ് ഓഫ് ഫാബ്രിക്. പിന്നെ ലോജിക് ഓഫ് TPB എന്താണ്? ഇൻഡക്റ്റീവ് ലോജിക് ആണ് കേട്ടോ. ഇൻഡക്റ്റീവ് ലോജിക് ആണ് ഡോക്ട്രിൻ ഓഫ് ലോജിക് ഓഫ് TPB. ഈ ഗ്രഡേഷൻസ്, എത്ര ഗ്രഡേഷൻസ് ഉണ്ട്? 5 ഗ്രഡേഷൻസ് ഉള്ളത്. ക്യാപിറ്റൽ, ബോൾഡ്, ഇറ്റാലിക്സ്, റോമൻ ഇൻ പാരാന്തസിസ്. ക്യാപിറ്റൽ 5 മാർക്സ്, ബോൾഡ് 4 മാർക്സ്, ഇറ്റാലിക്സ് 3 മാർക്സ്, റോമൻ 2 മാർക്സ്, റോമൻ ഇൻ പാരാന്തസിസ് 1 മാർക്ക്. മെയിൻലി ഇൻ കൺകോർഡൻസ് പാർട്ടിലാണ്. അതിൽ ഇറ്റാലിക്സിന്റെ മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, വാട്ട് വാസ് ദ മാർക്ക് ക്യാരിഡ് ബൈ ദ ഗ്രഡേഷൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിന് 3 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ടെലഗ്രാമിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യലല്ലേ? ഹലോ ഹലോ. അതിൽ ഇന്നലത്തെ റെപ്പർട്ടറി ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അക്കോർഡിംഗ് ടു H.A. റോബർട്ട് ഏതാണ് എക്സെപ്റ്റ് എന്നുള്ളത്. ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആക്കിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? അതെല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ അറിയായിരുന്നോ? അത് H.A. റോബർട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് TPBയിൽ പറഞ്ഞ ഈ കോട്ടനെ വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അതായത് ദ വാല്യൂ ഓഫ് എനി റെപ്പർട്ടറി ഡിപ്പെൻഡ്സ് അപ്പോൺ 3 ഫാക്ടേഴ്സ്. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ദ ആർട്ട് ഓഫ് ഫിസിഷ്യൻ ഇൻ ടേക്കിംഗ് കേസ്. ഒന്ന് ഫസ്റ്റ് കേസ് ടേക്കിംഗ് ആണ്. രണ്ടാമത് നോളജ് ഓഫ് റെപ്പർട്ടറി ഓൺ അറ്റംപ്റ്റ് ടു യൂസ്. നോളജ് ഓഫ് റെപ്പർട്ടറി ആണ്. റെപ്പർട്ടറിന്റെ നോളജ് എങ്ങനെയാണ്? അതിന്റെ ഫിലോസഫിക് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം, അതിന്റെ കൺസ്ട്രക്ഷൻ അറിഞ്ഞിരിക്കണം, അതിന്റെ ലിമിറ്റേഷൻ അറിഞ്ഞിരിക്കണം, അതിന്റെ അഡാപ്റ്റബിലിറ്റി അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആ റെപ്പർട്ടറി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഇന്റലിജന്റ് യൂസ് ഓഫ് റിസൾട്ടിങ് അനാലിസിസ്. നമുക്ക് കിട്ടിയ അനാലിസിന്റെ ഇന്റലിജന്റ് യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഈ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. 4ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നോളജ് ഓഫ് മെറ്റീരിയ മെഡിക്ക എന്നായിരുന്നു. അപ്പൊ അതാണ് അവിടെ എക്സെപ്റ്റ് വരുന്നത്. ഈ 3 കാര്യങ്ങളും H.A. റോബർട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയ മെഡിക്കിനെ പറ്റി H.A. റോബർട്ട് പറഞ്ഞിട്ടില്ല. അവിടെ ആൻസർ വന്നത് നോളജ് ഓഫ് മെറ്റീരിയ മെഡിക്ക എന്നായിരുന്നു ആൻസർ വന്നത് കേട്ടോ. അത് ഈ കോട്ട് വെച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ വാല്യൂ ഓഫ് എനി റെപ്പർട്ടറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേസ് ടേക്കിംഗ് ആൻഡ് നോളജ് ഓഫ് റെപ്പർട്ടറി ആൻഡ് ഇന്റലിജന്റ് യൂസ് ഓഫ് റിസൾട്ടിംഗ് അനാലിസിസ്. ഫിലോസഫിക്. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഫിലോസഫിക് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഡോക്ട്രിൻ ഓഫ് കംപ്ലീറ്റ് സിംറ്റം ആണ് ബോർഡിംഗ്ഹസൻ പറഞ്ഞിട്ടുള്ളത്. ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റൻസ്. ഇതിന്റെ ഓർഡർ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് സെൻസേഷൻ, സെൻസേഷൻ കഴിഞ്ഞിട്ട് മൊഡാലിറ്റി, മൊഡാലിറ്റി കഴിഞ്ഞിട്ടാണ് കൺകോമിറ്റൻസ്. അപ്പോൾ അതിൽ ഇത് ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ ആദ്യം കൊടുക്കുന്നുണ്ട്, പിന്നെ മൊഡാലിറ്റീസ് പിന്നെ കൊടുക്കുക. അങ്ങനെ ടിസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൊഡാലിറ്റീസിന് ശേഷമാണ് കൺകോമിറ്റൻസ് എന്നുള്ളത് ആലോചിക്കുക. ഇവിടെ മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മറ്റേ ലൊക്കേഷൻ, സെൻസേഷൻ നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പൊതുവേ മൊഡാലിറ്റീസ് അവസാനം എഴുതും, കൺകോമിറ്റൻസ് നേരെ മേലെ എഴുതും. പക്ഷെ അങ്ങനെയല്ല. ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റീസ്, കൺകോമിറ്റൻസ്, ഈ ഓർഡർ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റൻസ് എന്നാണ് ഡോക്ട്രിൻ ഓഫ് കംപ്ലീറ്റ് സിംറ്റംസ്. അപ്പോൾ അത് ആ ഓർഡർ വിട്ടുപോകരുത്. പിന്നെ ബെഡ് റോക്ക് ഓഫ് TPB എന്ന് പറഞ്ഞത് ഡോക്ട്രിൻ ഓഫ് അനലോഗി, ഡോക്ട്രിൻ ഓഫ് കൺകോമിറ്റന്റ്, ഇവാലുവേഷൻ ഓഫ് റെമഡീസ് ആൻഡ് കൺകോർഡൻസ്. അല്ലെ ഡോക്ട്രിൻ ഓഫ് അനലോഗി എന്ന് പറയുന്നത് എന്താണ്? ദ സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ് പെർട്ടൈനിങ് ടു എ സിംഗിൾ പാർട്ട് ഷുഡ് ബി അപ്ലൈഡ് ടു ഓൾ അതർ പാർട്സ്. ദസ് he raised a local symptom to a general level. That is doctrine of grand generalization. ഈ doctrine of concomitant എന്താണ്? ഇപ്പോൾ ഒരു ടോട്ടാലിറ്റിക്ക് ഒരു കൺകോമിറ്റന്റ് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ്, അതുപോലെ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രവേഷൻ അബ്ലറേഷൻ നമ്മൾ സിംഗിൾ സിംറ്റത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഒരു സിംറ്റം കംപ്ലീറ്റ് ചെയ്യാൻ അഗ്രവേഷൻ അബ്ലറേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, അതുപോലെ തന്നെയാണ് ടോട്ടാലിറ്റിയിലോട്ട് കൺകോമിറ്റന്റ് ഇമ്പോർട്ടന്റ് കേട്ടോ. അവിടെ പറയാൻ വേണ്ടി ഒരു സിമ്പിൾ ലൈനാണ്, ദ കൺകോമിറ്റന്റ് സിംറ്റം ഈസ് ദ ടോട്ടാലിറ്റി what the condition of aggravation or amelioration to a single symptom. പിന്നെ ഇവാലുവേഷൻ ഓഫ് റെമഡീസിൽ 5 ഗ്രഡേഷൻ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത് പറയാം. പിന്നെ കൺകോർഡൻസ് എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് റിലേഷൻഷിപ്പ്, കൺകോർഡൻസ് എന്നുള്ള ബോണിങ്ങസിന്റെ ടേം ആണ്, അത് റിലേഷൻഷിപ്പ് മാറ്റിയത് അലനാണ്. ഇനി പ്ലാൻ ആൻഡ് കൺസ്ട്രക്ഷനിൽ എത്ര സെക്ഷൻ ഉണ്ട്? 7 സെക്ഷൻസ് ഉള്ളത് കേട്ടോ. അതിൽ ഏതൊക്കെയാണ് സെക്ഷൻ? മൈൻഡ് ആൻഡ് ഇന്റലക്ട്. മൈൻഡ് ആൻഡ് ഇന്റലക്ട് എന്നുള്ളത് പുതിയതാണ്, മൈൻഡ് ആൻഡ് സോൾ എന്നായിരുന്നു ഓൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാർട്സ് ഓഫ് ദ ബോഡി, പാർട്സ് ഓഫ് ദ ബോഡിയിൽ ഹെഡ് തൊട്ടിട്ട് എക്സ്ട്രിമിറ്റീസ് വരെ ഒരു നീണ്ട നിര തന്നെ അനാറ്റമിക്കൽ സ്കീമയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ്, സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ് ഓഫ് ജനറൽ ഉണ്ട്, ഗ്ലാൻസ്, ബോൺസ്, സ്കിൻ ഉണ്ട്. പിന്നെ സ്ലീപ്പ് ആൻഡ് ഡ്രീംസ്, ഫീവറിന്റെ ഒരു ഓൾഡ് ഡിവിഷനും ന്യൂ ഡിവിഷനും ഉണ്ട്. പിന്നെ മൊഡാലിറ്റീസ് അഗ്രവേഷൻ, അംലിറേഷൻ, പിന്നെ റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ്. ഇത്ര 7 പാർട്ടുള്ളത്. മൈൻഡ് ആൻഡ് ഇന്റലക്ട്, parts of the body, sensation and complaints, sleep and dreams, fever, modalities, relationship of remedies. ഇത്രയാണുള്ളത് കേട്ടോ. ഇനി ഫസ്റ്റ് മൈൻഡ് ആൻഡ് ഇന്റലക്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ആനിമേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിൽ എത്ര റൂബ്രിക്സ് ആണ് ടോട്ടൽ? 36. വെരി ഗുഡ്, 36 റൂബ്രിക് ആണ്. 36. അത് നമ്മൾ 35 എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡിൽ 18ഉം ഇന്റലക്റ്റിൽ 17ഉം ആണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഡ്രഗ്സ് വിച്ച് ഹാവ് കൺകോമിറ്റൻസ് ഓഫ് മെന്റൽ സിംറ്റം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നിൽക്കുമ്പോഴാണ് 35. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 36 ആണ് കേട്ടോ. അപ്പൊ 18+18. പിന്നെ ഫസ്റ്റ് റൂബ്രിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡിസ്പോസിഷൻ ജനറലി അഫക്റ്റഡ്. അതാണ് ഫസ്റ്റ് റൂബ്രിക് ഇൻ TPB, ഡിസ്പോസിഷൻ ജനറലി അഫക്റ്റഡ്. പിന്നെ റൂബ്രിക് നോട്ട് ഫൗണ്ട് ഇൻ മൈൻഡ് സെക്ഷൻ ഓഫ് റെപ്പർട്ടറി, കെന്റ് റെപ്പർട്ടറി ആൻഡ് ഫൗണ്ട് ഇൻ ബോണിങ്ങസൺ. അത് കെന്റിലില്ലാത്ത 2 റൂബ്രിക് TPB-യിലുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിസ്ട്രസ്റ്റും അമാറ്റീവ്നെസ്സും ആണ്. ഏതൊക്കെയാണ്? മിസ്ട്രസ്റ്റ്, അമാറ്റീവ്നെസ്. പിന്നെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ 3 എക്സൈറ്റ്മെന്റ് റൂബ്രിക്സ് ഉണ്ട്. ഒന്ന് വെറും എക്സൈറ്റ്മെന്റ്, അത് മൈൻഡിലാണ് കാണുന്നത്. പിന്നെ എക്സൈറ്റ്മെന്റ് ഇമോഷണൽ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, അത് അഗ്രവേഷൻ ചാപ്റ്ററിലാണ് കാണുന്നത്. പിന്നെ എക്സൈറ്റ്മെന്റ് നെർവസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, അത് സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസിലാണ്. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് തന്നെ പഠിക്കുക. എക്സൈറ്റ്മെന്റ് മൈൻഡിലാണ്, എക്സൈറ്റ്മെന്റ് ഇമോഷണൽ അഗ്രവേഷനിലാണ്, എക്സൈറ്റ്മെന്റ് നെർവസ് സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസിലാണ്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഇമോഷണൽ എന്നുള്ള റൂബ്രിക്കിൽ അഗ്രവേഷൻ പാർട്ടിൽ ബോണിങ്ങസൺ എത്ര സബ് റൂബ്രിക്സ് അതിനെ ഡിവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എത്രയെന്ന് ആർക്കെങ്കിലും അറിയോ? 17. വെരി ഗുഡ്, 17 ആണ് കേട്ടോ ആൻസർ. ഓക്കെ. ഇനി ഇന്റലക്റ്റിലെ കുറച്ച് റൂബ്രിക്സ് ആണ്. കൺഫ്യൂഷൻ, ഇൻസാനിറ്റി, വെർട്ടൈഗോ, സ്റ്റുപ്പിഫാക്ഷൻ, മെമ്മറി ആക്റ്റീവ്, ഇമാജിനേഷൻ, എക്ടസി, ഡെലീരിയം, ഇംപെസിലിറ്റി. ഇതൊക്കെ കാണുന്നത് ഇന്റലക്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഒന്നെങ്കിൽ മൈൻഡിൽ ഫുൾ 18 റൂബ്രിക്സ് പഠിക്കുക, അല്ലെങ്കിൽ ഇന്റലക്റ്റിൽ 18 റൂബ്രിക്സ് പഠിക്കുക. അപ്പോൾ നമുക്ക് ഏതിലാണെന്ന് കൺഫ്യൂഷൻ, ഇപ്പൊ കൺഫ്യൂഷൻ ഏത് ഇതിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലക്റ്റ് ആണ്. ഇപ്പോൾ ഹോട്ട്നെസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈൻഡിലാണ്. അപ്പോൾ നമുക്ക് ഇന്റലക്റ്റ് 18 റൂബ്രിക്സും തറോ ആണെങ്കിൽ മൈൻഡിലാണെന്ന് നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് 18ഉം പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ കൺഫ്യൂഷൻ ഇന്റലക്റ്റിലാണ്, ഇൻസാനിറ്റി ഇന്റലക്റ്റിലാണ്, വെർട്ടൈഗോ ഇന്റലക്റ്റിലാണ്, വെർട്ടൈഗോ ഇന്റലക്റ്റിലാണ് കേട്ടോ. അത് ഒരു മിസ്പ്ലേസ്ഡ് പോലെ നമുക്ക് ആലോചിക്കേണ്ടതാണ്. വെർട്ടൈഗോ എന്നുള്ള ചാപ്റ്റർ ഇല്ല, വെർട്ടൈഗോ എന്നുള്ള റൂബ്രിക് ഇന്റലക്റ്റിലാണ്. സ്റ്റുപ്പിഫാക്ഷൻ, മെമ്മറി ആക്റ്റീവ്, ഇമാജിനേഷൻ, എക്ടസി, ഡെലീരിയം, ഇംബസിലിറ്റി, ഇതൊക്കെ ഇന്റലക്റ്റിലുള്ള റൂബ്രിക് ആണ്. Bonington devoted dash number of rubrics for emotional excitement in aggravation chapter 17 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തൊരു റൂബ്രിക് ഡിസ്റ്റോർട്ടഡ് ഫീച്ചേഴ്സ് ആൻഡ് മേക്കിംഗ് ഫേസസ് എന്ന റൂബ്രിക് ഉണ്ട്, അത് വിഷൻ ചാപ്റ്ററിലാണ് കാണുന്നത്.
പിന്നെ അൺകോൺഷ്യസ്നെസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. അൺകോൺഷ്യസ്നെസ് അത് ഇന്റലക്റ്റിലാണ്, മൈൻഡിലല്ല, ഇന്റലക്റ്റിലാണ്. പിന്നെ റീലിംഗ്, ഫെയിന്റ്നെസ്. ഇത് റീലിംഗ് ഒരു റൂബ്രിക്കാണ്, ഫെയിന്റ്നെസ് വേറെ റൂബ്രിക്കാണ്. ഇത് രണ്ടും കാണുന്നത് സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലാണ് കേട്ടോ. ഇനി പാർട്സ് ഓഫ് ദ ബോഡി. പാർട്സ് ഓഫ് ദ ബോഡി ഹെഡ് തൊട്ടിട്ട് എക്സ്ട്രിമിറ്റീസ് വരെ ഉണ്ട്. ഹനിമാന്റെ അനാറ്റമിക്കൽ സ്കീമയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹെഡിനെ ഇന്റേണൽ, എക്സ്റ്റേണൽ എന്ന 2 ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഐസ്, ഐസിന്റെ ഫംഗ്ഷൻ വിഷൻ. ഇയേഴ്സ്, ഹിയേഴ്സിന്റെ ഫംഗ്ഷൻ ഹിയറിംഗ്. നോസ്, സ്മെല്ല്. ഫേസ്, ടീത്ത്, മൗത്ത്, ത്രോട്ട്. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, ടേസ്റ്റ്. ടേസ്റ്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് ആലോചിക്കുക. ടേസ്റ്റ് എന്നുള്ളത് ഒരു ചാപ്റ്റർ ആണ്. കെൻഡിൽ എവിടെ ടേസ്റ്റ് കിട്ടോ? മൗത്ത്. വെരി ഗുഡ്. ടേസ്റ്റ് എന്നുള്ള ഇവിടെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇറക്ടേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. കെൻഡിൽ ഇറക്ടേഷൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ടോ? ഇല്ല. പിന്നെ നോസിയ, വൊമിറ്റിംഗ് എന്നുള്ളതും ഒരു ചാപ്റ്റർ ആണ്, അതും കെൻഡിലില്ല. പിന്നെ അബ്ഡമൻ ഉണ്ട്, അബ്ഡമൻ ഇന്റേണൽ, എക്സ്റ്റേണൽ. പിന്നെ ഫ്ലാറ്റുലൻസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, സ്റ്റൂൾ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. റെക്റ്റ് എന്നുള്ള ചാപ്റ്റർ ഇല്ല എന്നുള്ളത് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ യൂറിനറി ഓർഗൻസ്, യൂറിൻ, മിക്ടൂറിഷൻ. അപ്പൊ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള 3 റൂബ്രിക്കാണ് ഉള്ളത്. യൂറിനറി 3 ചാപ്റ്റർ ഉള്ളത്. യൂറിനറി ഓർഗൻസ്, യൂറിൻ, മിക്ടൂറിഷൻ. പിന്നെ സെക്ഷൽ ഓർഗൻസ്, മെൻസ്ട്രേഷൻ, ലൂക്കോറിയ. അപ്പൊ സെക്കൻഡിൽ പറഞ്ഞ പോലെ ജെനിറ്റാലിയ മെയിൽ, ജെനിറ്റാലിയ ഫീമെയിൽ എന്ന ചാപ്റ്റേഴ്സ് ഇല്ല. സെക്ഷൽ ഓർഗൻസ്, മെൻസ്ട്രേഷൻ, ലൂക്കോറിയ എന്ന് പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ആണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ റെസ്പിറേഷൻ ഉണ്ട്, കഫ് ഉണ്ട്, എയർ പാസേജസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ എയർ പാസേജസിലാണ് ലാരിങ്സ് ആൻഡ് ട്രക്കിയൊക്കെ വരുന്നത്, എയർ പാസേജസിലാണ് കേട്ടോ. പിന്നെ എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്ക് ഉണ്ട്. എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്ക് നമ്മൾ നേരത്തെ ഒരു ത്രോട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ നേരത്തെ പഠിച്ചു, ഓർക്കുന്നോ? ത്രോട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്ക് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ചെസ്റ്റ്, ഇന്റേണൽ, എക്സ്റ്റേണൽ. പിന്നെ ബാക്ക്, അപ്പർ എക്സ്ട്രിമിറ്റീസ്, ലോവർ എക്സ്ട്രിമിറ്റീസ്. കെൻഡിൽ എക്സ്ട്രിമിറ്റീസ് എന്നുള്ള ഒരു വലിയ ചാപ്റ്റർ ആണ് അല്ലേ. ഇവിടെ അപ്പർ എക്സ്ട്രിമിറ്റീസ് വേറെ കൊടുത്തിട്ടുണ്ട്, ലോവർ എക്സ്ട്രിമിറ്റീസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പാർട്സ് ഓഫ് ദ ബോഡിയിലെ സബ് ചാപ്റ്റേഴ്സ്. ഇനി ഇതിൽ ഹെഡ് ഇന്റേണലിൽ വരുന്നതാണ് ഏതൊക്കെയാ റൂബ്രിക്സ്? ഫോർഹെഡ്, ടെമ്പിൾസ്, വെർട്ടെക്സ്, ഓസിപ്പുട്ട്. ഇതൊക്കെ വരുന്നത് ഹെഡ് ഇന്റേണലിലാണ് കേട്ടോ. ഫോർഹെഡ്, ടെമ്പിൾസ്, വെർട്ടെക്സ്, ഓസിപ്പുട്ട് ഇതൊക്കെ വരുന്നത് ഹെഡ് ഇന്റേണലിലാണ്. ഹെയർ, ബിയേർഡ്, ബിഹൈൻഡ് ദ ഇയേഴ്സ്, ഹെയർ ഈസ് ഇൻസിപ്പുട്ട്. സ്കാൽപ്പ് ഓഫ് വെർട്ടെക്സ്, നമ്മൾ വെർട്ടെക്സ് ഹെഡ് ഇന്റേണൽ പഠിച്ചു, പക്ഷെ സ്കാൽപ്പ് ഓഫ് വെർട്ടെക്സ് എവിടെയുള്ളത്? ഹെഡ് എക്സ്റ്റേണലിലുള്ളത്. മാർജിൻസ് ഓഫ് ഹെയർ, സ്കള്ള് ഇതൊക്കെ വരുന്നത് എക്സ്റ്റേണൽ ഹെഡിലാണ് കേട്ടോ. അപ്പോൾ മറക്കരുത്, ബിയേർഡ് വരുന്നത് ഫേസിലല്ല, ഹെഡ് എക്സ്റ്റേണലിലാണ്. ബിഹൈൻഡ് ദി ഇയേഴ്സ് വരുന്നത് ഇയേഴ്സിലല്ല, ഹെഡ് എക്സ്റ്റേണലിലാണ്. സ്കാൽപ്പ് ഓഫ് വെർട്ടെക്സ് കാണുന്നത് ഹെഡ് എക്സ്റ്റേണലാണ്, പക്ഷെ വെർട്ടെക്സ് ഉള്ളത് ഹെഡ് ഇന്റേണലിലാണ്. പിന്നെ മാർജിൻസ് ഓഫ് ഹെയർ ഹെഡ് എക്സ്റ്റേണലാണ്, സ്കള്ള് ഹെഡ് എക്സ്റ്റേണൽ കേട്ടോ. ഇനി അക്യൂസ് ഹ്യൂമർ, സ്ക്വിൻറ്റിങ്, സ്റ്റെയറിംഗ്, റെറ്റിന, ബ്രോസ്, ഒപ്റ്റിക് നെർവ് ഇതൊക്കെ കാണുന്നത് ഐസ് ചാപ്റ്ററിലാണ്. അപ്പോൾ ഇത് സ്ക്വിൻറ്റിങ്ങും സ്റ്റെയറിങ്ങും മറക്കരുത്, നമ്മൾ വിഷ്വലിൽ കൊണ്ടുപോയി എഴുതരുത്, അത് ഐസിലാണെന്ന് ആലോചിക്കണം. സ്ക്വിൻറ്റിങ്, സ്റ്റെയറിംഗ്. പിന്നെ റെറ്റിന, റെറ്റിന മാത്രമല്ല, റെറ്റിന, കൊറോയിഡ്, വൈറ്റ് ഓഫ് ഐ എന്നൊക്കെ പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അത് വെറുതെ ഒരു റെറ്റിന മാത്രം എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ബ്രോസ് ഉണ്ട്, ഒപ്റ്റിക് നെർവ് ഉണ്ട്. ഒപ്റ്റിക് നെർവ് ഐയിലും പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് വിഷ്വലിലുമാണ് കാണുക. ഒപ്റ്റിക് നെർവ് എന്നുള്ള റൂബ്രിക് ഐയിലാണ്, പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് വിഷ്വലിലാണ് കേട്ടോ. ഇവിടെ കാറ്ററാക്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? കാറ്ററാക്ട് ഐ ലെൻസ് എന്നാണ് റൂബ്രിക്. ഐ ലെൻസ്, ഐ ലെൻസിന്റെ ബ്രാക്കറ്റിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? കാറ്ററാക്ട് ഇൻക്ലൂഡിങ് ഗ്രേ, ഗ്രീൻ, റെറ്റിക്കുലേറ്റഡ് കാറ്ററാക്ട് ഓഫ് ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഐ ലെൻസ്, ലെൻസിന്റെ ബ്രാക്കറ്റിലാണ് കാറ്ററാക്ട് ഇൻക്ലൂഡിങ് ഗ്രേ, ഗ്രീൻ ആൻഡ് റെറ്റിക്കുലേറ്റഡ് കാറ്ററാക്ട് കൊടുത്തിട്ടുള്ളത്. ഈ കെൻഡിൽ എവിടെയാണ്? കെൻഡിൽ ഐ കാറ്ററാക്ട് എന്നുള്ളത് ഡയറക്റ്റ് റൂബ്രിക് ആണ്. ഐ കാറ്ററാക്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഐ കാറ്ററാക്ട്. ഈ BBC-ആറിലാണെങ്കിൽ വിഷനിലാണ് കാറ്ററാക്ട്, ഐയിലല്ല, വിഷനിലാണ് കാറ്ററാക്ട് ഉള്ളത്. അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. BTBയിൽ ഐസ് ലെൻസിലാണ്, കെൻഡിൽ ഡയറക്റ്റ് ആയിട്ട് ഐയിൽ കാറ്ററാക്ട് കൊടുത്തിട്ടുണ്ട്. BBC-ആറിൽ വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് കാറ്ററാക്ട് ഉള്ളത് കേട്ടോ. ഇനി വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നമുക്ക് അസ്റ്റിഗ്മാറ്റിസം കിട്ടുക, പക്ഷെ അസ്റ്റിഗ്മാറ്റിസം എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല, അതിനൊരു വേറൊരു ടേം ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യാണ്.
അത് അസ്റ്റിഗ്മാറ്റിസ് ആണെന്നുള്ളത് കേട്ടോ. അപ്പൊ അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, പക്ഷെ കെൻഡിൽ അസ്റ്റിഗ്മാറ്റിസ് എന്ന് കൊടുത്തിട്ടില്ലേ? അല്ല, മാർക്കിട്ടാലും ഇത് ഇവിടെ കടക്കല്ലേ ഉള്ളു, ആരിലും എടുക്കൂല്ലല്ലോ. നല്ല ഹലോ, വിഷയം. അസ്റ്റിഗ്മാറ്റിസ് എന്നുള്ളത് കെൻഡിലുണ്ടോ ടേം? ഹലോ, കേൾക്കുന്നില്ലേ? ഏത് ചാപ്റ്ററിലാണോ ഓർക്കുന്നുണ്ടോ? വിഷനിലാണോ? ഐയിലാണ് കേട്ടോ, വിഷനിലല്ല, ഐയിലാണ് അസ്റ്റിഗ്മാറ്റിസം. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ ഐ അസ്റ്റിഗ്മാറ്റിസം എന്നാണ് കെൻഡിലെ റൂബ്രിക്. ഐ ചാപ്റ്ററിലാണ്, വിഷനിലല്ല. പക്ഷെ ഇവിടെ നമ്മൾ ലെറ്റേഴ്സ് റൺ ടുഗദർ വെൻ റീഡിംഗ് എന്നുള്ള റൂബ്രിക്കിന് അസ്റ്റിഗ്മാറ്റിസത്തിന് നമുക്ക് എടുക്കാം, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് അസ്റ്റിഗ്മാറ്റിസം എന്നുള്ള ടേം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ വിഷനിൽ ലെറ്റേഴ്സ് റൺ ടുഗദർ വെൻ റീഡിംഗ് എന്നുള്ളത് അസ്റ്റിഗ്മാറ്റിസം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു കേട്ടോ. ഇനി ബ്ലൈൻഡ്നെസ് ഇവിടെ വിഷ്വലാണ് കിട്ടുക. ഡിസ്റ്റോർട്ടഡ് ഫീച്ചേഴ്സ് ആൻഡ് മേക്കിംഗ് ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ റൂബ്രിക്ക് വിഷ്വലാണ് കിട്ടുക. ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ ഇത് രണ്ടും വിഷ്വലാണ് കിട്ടുക. മസ്കേ വോളിറ്റൻഡസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിഷ്വലിൽ കിട്ടും. പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ്, നമ്മൾ ഒപ്റ്റിക് നെർവ് എവിടെ പഠിച്ചേ? ഒപ്റ്റിക് നെർവ് നമ്മൾ ഐ ചാപ്റ്ററിലാണ് പഠിച്ചത്. പക്ഷെ പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് എന്നുള്ളത് വിഷൻ ചാപ്റ്ററിലാണ്. ട്രെമുലസ്നെസ് എന്നുള്ളത് ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, അതും വിഷ്വലാണ് കേട്ടോ. നമ്മൾ ഫോട്ടോഫോബിയ, ഫോട്ടോമാനിയ നമ്മൾ വിഷ്വലാണ് ഇവിടെ TPVയിൽ പഠിച്ചത്. കെൻഡിലാണെങ്കിൽ രണ്ടും എവിടെ കിട്ടാം? ഐ ചാപ്റ്ററിലാണ് കിട്ടുക. എവിടെ കിട്ടാം? ഐ ചാപ്റ്ററിലാണ് കിട്ടുക കേട്ടോ. BBCRലാണെങ്കിൽ ഫോട്ടോമാനിയക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഫോട്ടോമാനിയ BBCRൽ എവിടെയാണ്? മൈൻഡിലും ഉണ്ട്, ഐയിലും ഉണ്ട്. ഐയിലും ഉണ്ട് കേട്ടോ, അതിലില്ല എന്നല്ല, ഐയിലും ഉണ്ട്. ഏതാ മെഡിസിൻ ഓർക്കുന്നുണ്ടോ? സിംഗിൾ മെഡിസിൻ ആണ് മൈൻഡ് ഫോട്ടോമാനിയ. സ്ട്രമോണിയാണ് മെഡിസിന്, സ്ട്രമോണിയം. പിന്നെ ഐ ഫോട്ടോഫോബിയ ഐയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മൈൻഡിലും ഐയിലും ഫോട്ടോമാനിയ കൊടുത്തിട്ടുണ്ട്. മാനിയ എന്നുള്ളത് രണ്ടിലും കൊടുത്തിട്ടുണ്ട്. കാരണം മൈൻഡ് എന്നുള്ളത് മാനിയ എന്നാലോചിക്കുക കേട്ടോ. ഇത് ഫോബിയ അല്ല, അവിടെ എം ഇല്ലല്ലോ. എം ഇവിടെ ഉണ്ട്, അപ്പൊ മൈൻഡിലും ഉണ്ട് എന്ന് ആലോചിക്കുക. ഫോബിയ എം ഇല്ല, അതുകൊണ്ട് അത് മൈൻഡിൽ കൊടുത്തിട്ടില്ല. അപ്പൊ മൈൻഡിലും ഐയിലും ഫോട്ടോമാനിയ ഉണ്ട്, ഐയിൽ ഫോട്ടോഫോബിയ മാത്രമേ ഉള്ളൂ. അത് BBCR ആണ്. കെൻഡിൽ രണ്ടും ഐയിലാണ്, ഇവിടെ രണ്ടും വിഷ്വലിലാണെന്ന് ആലോചിക്കുക. TPB ബോത്ത് വിഷൻ. ഇനി ഇയർ ഉണ്ട്. ഇയറിൽ മിഡിൽ ഇയർ, യൂസ്റ്റേഷ്യൻ ട്യൂബ്, ബിഹൈൻഡ് ഇയേഴ്സ്. ഇവിടെ ഒരു മിസ്പ്ലേസ്ഡ് റൂബ്രിക് ആണ് എന്ത്? പരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പൊ പരോട്ടിഡ് ഗ്ലാൻഡ് എവിടെയാണ്? ഇയറിലാണ് കേട്ടോ, ഇയറിലാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. ഹിയറിംഗിൽ സ്റ്റോപ്പ്ഡ് ഫീലിംഗ് എന്ന റൂബ്രിക് ഉണ്ട്. സ്റ്റോപ്പ്ഡ് ഫീലിംഗ് അത് ഹിയറിംഗിലാണ്. സ്റ്റോപ്പ്ഡ് ഫീലിംഗ് എന്നുള്ള റൂബ്രിക് ഹിയറിംഗിലാണ്. കെൻഡിൽ എവിടെ പരോട്ടിഡ് ഗ്ലാൻഡ് കിട്ടുക? ഫേസിൽ. വെരി ഗുഡ്. BBCRലാണെങ്കിലോ? ഫേസ് ആൻഡ് ഇയർ. വെരി ഗുഡ്. ഫേസിലുണ്ട്, ഇയറിലുണ്ട്. ഇയറിലെ റൂബ്രിക് ഒന്ന് പറയാവോ? ഇയറിൽ ഗ്ലാൻസ്, ഓറിക്കുലർ ഓർ പരോട്ടിഡ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇയർ ഗ്ലാൻസ്, ഓറിക്കുലർ, പരോട്ടിഡ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് റൂബ്രിക്. ഫേസിലാണ് ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത് പരോട്ടിഡ് ഗ്ലാൻഡ് എന്നുള്ളത്. അപ്പൊ TPBയിൽ ഇയറിലാണ് പരോട്ടിഡ് ഗ്ലാൻഡ്, കെൻഡിൽ ഫേസിലാണ് പരോട്ടിഡ് ഗ്ലാൻഡ്, TPBയിൽ ബോത്ത് ഇയർ ആൻഡ് ഫേസ്. ഹിയറിംഗിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സ്റ്റോപ്പ്ഡ് ഫീലിംഗ് എന്നുള്ള റൂബ്രിക് ഹിയറിംഗിലാണെന്ന് ആലോചിക്കുക. ഇനി നോസിൽ വരുന്നത് നോസിന്റെ നേസൽ ബോൺസ്, റൂട്ട്, വിങ്സ് റൂട്ട് ഒക്കെ ഇങ്ങനെ തന്നെ റൂബ്രിക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോസ് ബ്ലീഡ് എന്നുള്ള പറഞ്ഞോളൂ. ബിഹൈൻഡ് ദി ഇയർ ഹെഡ് എക്സ്റ്റേണലും ഇയറിലും ഉണ്ട്. അതെ അതെ ഉണ്ട് തോന്നുന്നു അല്ലേ. ഓക്കെ ഉണ്ട് കേട്ടോ, രണ്ടിലും ഉണ്ട്. മെയിനായിട്ട് നമ്മളൊരു ഹെഡിലുള്ളതാണ് അത് മിസ്പ്ലേസ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വോയിസ് ബ്രേക്ക് ആവില്ല.
നമ്മൾ മിസ്പ്ലേസിലുള്ള ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻസ് ഒരു സെഷൻ എവിടെ കിട്ടാം ടി പി ബിയിൽ അത് ഫേസിലും ഉണ്ട്, ഇതിലുണ്ടായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഫേസും ഉണ്ട്, സെൻസേഷനും ബ്ലഡ്, പിന്നെ സ്റ്റോപ്പ് ബ്രിക്കും നോസിലുണ്ട്, സ്റ്റോപ്പ്ഡ് കൊറൈസ, സെൻസിറ്റീവ്, വീക്ക് ഓർ ലോസ്റ്റ്, ഇല്യൂഷൻ ഓഫ് സ്മെൽ, ഇല്യൂഷൻ ഓഫ് സ്മെൽ ഇപ്പോൾ നോസിലുള്ള റൂബ്രിക്കാണ് ബോൺസ്, റൂട്ട്, വിങ്സ്, നോസ് ബ്ലീഡ്, ബ്ലോയിങ് ഔട്ട് ഓഫ് ബ്ലഡ്. ഒരു റൂബ്രിക്ക് ബ്ലോയിങ് ഔട്ട് ഓഫ് ബ്ലഡ്, സ്റ്റോപ്പ്ഡ് കൊറൈസ. സ്റ്റോപ്പ്ഡ് കൊറൈസ എന്നുള്ള റൂബ്രിക്ക് കിട്ടുന്നത് നോസിലാണ് കേട്ടോ. പിന്നെ സ്മെല്ല് എന്നുള്ള ചാപ്റ്ററാണ് നെക്സ്റ്റ്. അതിൽ ഇല്യൂഷൻ ഓഫ് സ്മെല്ല്, സെൻസിറ്റീവ്, വീക്ക് ഓർ ലോസ്റ്റ്, ഈ രണ്ട് റൂബ്രിക്കാണ് സ്മെല്ലിലുള്ളത്. ഇല്യൂഷൻ ഓഫ് സ്മെല്ലിൽ കുറേ സബ് റൂബ്രിക്സ് ഉണ്ട്. പിന്നെ സെൻസിറ്റീവ് എന്നുള്ള റൂബ്രിക് ഉണ്ട്, അതിൽ വീക്ക് ഓർ ലോസ്റ്റ്, അതാണ് അനോസ്മിയക്കുള്ള റൂബ്രിക് കേട്ടോ. സെൻസിറ്റീവ്, വീക്ക് ഓർ ലോസ്റ്റ്. പോളിപ്പസ് എവിടെ കിട്ടാം? പോളിപ്പസ് വെരി ഗുഡ്, എസെൻസിലാണ് പോളിപ്പസ് കേട്ടോ. പോളിപ്പസ് വരുന്നത് എസെൻസിലാണ്. ഇനി എക്സോഫ്താൽമോസ് എവിടെ, ഏത് റൂബ്രിക് എടുക്കാം? എക്സോഫ്താൽമോസ് ഫേസില് റൂബ്രിക് എന്താ? ഐ പ്രൊട്രൂഡിംഗ് എന്നാണ് റൂബ്രിക്. ഐസ് പ്രൊട്രൂഡിംഗ്, ഐസ് എന്നുണ്ട് കേട്ടോ. ഐസ് പ്രൊട്രൂഡിംഗ്, ഫേസ് എന്നുള്ള ചാപ്റ്ററിലാണ് ഐസ് പ്രൊട്രൂഡിംഗ് എന്നുള്ളതാണ് റൂബ്രിക്. അപ്പൊ കെൻഡിൽ എവിടെ കിട്ടുക? ഐസിലാണ്. ഐസില് റൂബ്രിക് പ്രൊട്രൂഡിംഗ്, അതിൽ പ്രൊട്രൂഡിംഗിൽ സബ് റൂബ്രിക് ആയിട്ട് എക്സോഫ്താൽമോസ് എന്നുള്ളതിന് ആ വേർഡ് തന്നെ കൊടുത്തിട്ടുണ്ട് കെൻഡില്. പക്ഷെ ഇവിടെ ആ വേർഡ് കൊടുത്തിട്ടില്ല. ഇവിടെ ഐസ് പ്രൊട്രൂഡിംഗ് എന്നുള്ളത് നമ്മൾ എക്സോഫ്താൽമോസ് ആയിട്ട് കണക്കാക്കുക കേട്ടോ. പിന്നെ അതിൽ ഫേസിലുള്ള ബാക്കി റൂബ്രിക്സ് എന്ന് പറഞ്ഞെങ്കിൽ സർക്കംസ്ക്രൈബ്ഡ് റെഡ്നെസ് ഓഫ് ചീക്ക്, യെല്ലോ സാഡിൽ അക്രോസ് അപ്പർ പാർട്ട് ഓഫ് ദ ചീക്ക് ആൻഡ് നോസ്, പിന്നെ കളർ യെല്ലോ ഓൺ ടെമ്പിൾസ്. നമ്മൾ ടെമ്പിൾസ് എന്നുള്ള റൂബ്രിക് എവിടെ പഠിച്ചത്? ടെമ്പിൾസ് മാത്രം ഹെഡ് ഇന്റേണൽ കേട്ടോ, ഇന്റേണൽ ഹെഡ്. ഇവിടെ കളർ ഓൺ ടെമ്പിൾസ്, കളർ യെല്ലോ ഓൺ ടെമ്പിൾസ് എന്നുള്ളത് ഫേസിലാണുള്ളത്. അതിന്റെ ഒറ്റ മെഡിസിനേ ഉള്ളൂ, കോസ്റ്റിക്ക മാത്രമാണ് മെഡിസിൻ ഉള്ളത്. പിന്നെ കൊമഡോൺസ്, ഫ്രെക്കിൾസ്, ഓപ്പൺ മൗത്ത്, ഫേസിലാണ് ഓപ്പൺ മൗത്ത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഐസ് സങ്കൺ, ഐസ് സങ്കൺ എന്നുള്ളത് ഫേസിലാണ്, ഐസിലല്ല. പിന്നെ ഡ്രോൺ, പിന്നെ ഇറപ്ഷൻ, ഇറപ്ഷന് എറൗണ്ട് ദ ഐസ്, ഇറപ്ഷൻ ഇൻ ഐബ്രോസ്, ഇറപ്ഷൻ ഓൺ നോസ്, ഇതൊക്കെ കിട്ടുന്നത് ഫേസിലാണ്. അതായത് നമ്മൾ എറൗണ്ട് ഐസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസ് ചാപ്റ്ററിലല്ല, ഫേസിലാണ് എറൗണ്ട് ദ ഐസ്. ഇറപ്ഷൻ ഇൻ ഐബ്രോസും ഫേസിലാണ് വരുന്നത്, ഇറപ്ഷൻ ഓൺ നോസും ഫേസിലാണ്. അതുപോലെ തന്നെ ഇറപ്ഷൻ ഓൺ ചീക്ക് ഉണ്ട്, ഇറപ്ഷൻ ഓൺ ചിൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇറപ്ഷൻ എറൗണ്ട് ദ ഐസും ഇൻ ഐബ്രോസും ഓൺ നോസും ഒക്കെ ഫേസിലാണെന്നുള്ളത് ആലോചിക്കാം. പിന്നെ ഇമാസിയേഷൻ ഫേസിലും പിന്നെ എസെൻസിലും ഉണ്ട് കേട്ടോ. ഞാൻ അശോക് സാറിന് അയച്ചിട്ടുണ്ട് ഇത്. ഞാൻ കണ്ടു, നമുക്കത് ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ടീത്ത് കേട്ടോ. ടീത്തിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ഐ ടീത്ത്, ഹോളോ ടീത്ത്, ഗംസ്. ഗംസ് എന്നുള്ള റൂബ്രിക് ഇവിടെ ടീത്തിലാണ് കൊടുത്തിട്ടുള്ളത്. കെൻഡിൽ ഗംസ് എവിടെയുള്ളത്? മൗത്തിലാണ് കേട്ടോ. ഇവിടെ ക്യാരീസ് ഓഫ് ടീത്ത് എന്നുള്ളതിന് ഹോളോ ടീത്ത് എന്നാണ് റൂബ്രിക് നമ്മൾ എടുക്കുക. എന്തുകൊണ്ടാ ഈ ഐ ടീത്ത് ഉദ്ദേശിക്കുന്ന ടീത്ത് ഏതാ? ഐ ടീത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? മൗത്ത്, കനൈൻ ടീത്ത്. എന്തുകൊണ്ടാ അതിന് ഐ ടീത്ത് എന്ന് പേര് വരുന്നതെന്ന് അറിയോ? എന്തുകൊണ്ടാണ് ഐ ടീത്ത് കനൈൻ ടീത്തിന് നമ്മൾ വിളിക്കുന്നത്? ഐസിന്റെ ഏകദേശം അനാട്ടമിക്കൽ പൊസിഷൻ. അതെ അതെ, ഐസിന്റെ അതെ, ഐന്റെ നേരെ താഴെ ഒരു ലൈന് വരച്ചാൽ നേരെ എത്തുന്നത് കനൈൻസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐ ടീത്ത് എന്ന് കനൈൻസിനെ പറയാൻ കാരണം കേട്ടോ. അപ്പൊ ടീത്ത്, ഐ ടീത്ത്, ഹോളോ ടീത്ത്, ഗംസ്. ഗംസ് വരുന്നത് ടീത്തിലാണ്, മൗത്തിലല്ല. ഗംസ് എന്നുള്ളൊരു ചാപ്റ്റർ വരുന്ന ഒരു റെപ്പർട്ടറി ഉണ്ട്. അത് ഏത് റെപ്പർട്ടറി എന്നറിയോ? ഗംസ് എന്നുള്ളൊരു ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഇതിപ്പോ നമ്മൾ ടീത്തിന്റെ അണ്ടറിലല്ലേ ഗംസ് പഠിച്ചേ? ബോറിക് റെപ്പർട്ടറി, വെരി ഗുഡ്. ബോറിക്കില് ഗംസ് എന്നുള്ള ബോറിക്കില് ഗംസ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ മൗത്ത്, മൗത്ത് എന്നുള്ള നെക്സ്റ്റ് ചാപ്റ്റർ. അതിൽ ബ്രെത്ത് കോൾഡ്, ബ്രെത്ത് ഹോട്ട്,
ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്, ടങ് ഒക്കെ വരുന്നത് മൗത്തിലാണ്. ബ്രത്ത് കോൾഡും ബ്രത്ത് ഹോട്ടും വരുന്നത് TPBയിൽ മൗത്തിലാണ്. ബ്രത്ത് കോൾഡ്, ബ്രത്ത് ഹോട്ട് അത് TPBയിൽ വരുന്നത് മൗത്തിലാണ് കേട്ടോ. പിന്നെ കെൻഡിൽ എവിടെയാ ബ്രത്ത് ഹോട്ടും ബ്രത്ത് കോൾഡും വരുന്നത്? കോൾഡ് ബ്രത്ത് മൗത്തിലും ഹോട്ട് ബ്രത്ത് വെരി ഗുഡ്. ഹോട്ട് ബ്രത്ത് റെസ്പിറേഷൻ, നമ്മൾ ചുടുശ്വാസം എന്ന് പറയില്ലേ, ശ്വാസം എന്നുള്ളത് റെസ്പിറേഷൻ. അപ്പൊ ഹോട്ട് ബ്രത്ത് റെസ്പിറേഷനിലും കോൾഡ് ബ്രത്ത് മൗത്തിലുമാണ്. BBCRൽ എവിടെയാ വരുന്നത് ബ്രത്ത് കോൾഡും ബ്രത്ത് ഹോട്ടും? രണ്ടും റെസ്പിറേഷൻ. വെരി ഗുഡ്, രണ്ടും റെസ്പിറേഷനിലും. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ടോൺസിൽസ് എവിടെ കിട്ടാം? ടോൺസിൽസ് എവിടെ കിട്ടുക TPBയിൽ? ത്രോട്ടിലാണ്. ത്രോട്ട് എന്നുള്ള ചെറിയൊരു ചാപ്റ്റർ ഉണ്ട്, 2 റൂബ്രിക്സേ ഉള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് റൂബ്രിക് ആണ് ടോൺസിൽസ്. അപ്പൊ ത്രോട്ടിലാണ് ടോൺസിൽസ് കിട്ടുക. പിന്നെ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് എന്ന റൂബ്രിക് ഉണ്ട്, ചാപ്റ്റർ ഉണ്ട്, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. അപ്പോൾ നമ്മുടെ കെൻഡിലെ സ്റ്റൊമക്കിനോട് ഏകദേശം ഇത് പറയുന്ന ഒരു കമ്പയർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. അതായത് ഇവിടെയാണ് ഡിസയേഴ്സ്, അവേർഷൻ ഒക്കെ കിട്ടുക. അപ്പൊ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിൽ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നോ തേഴ്സ്റ്റ്, നമ്മൾ തേഴ്സ്റ്റ്ലെസ് കെൻഡിൽ കൊടുത്തത് നോ തേഴ്സ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തത്, നോ തേഴ്സ്റ്റ്. പിന്നെ തേഴ്സ്റ്റ് വിത്ത് ഡ്രെഡ് ഓഫ് ലിക്വിഡ്സ്, അത് ഏതിനെടുക്കുന്ന റൂബ്രിക്കാ? തേഴ്സ്റ്റ് വിത്ത് ഡ്രെഡ് ഓഫ് ലിക്വിഡ്സ്, ഹൈഡ്രോഫോബിയ. വെരി ഗുഡ്. പിന്നെ അവേർഷൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ഡിസയേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തിട്ടുള്ളത് ഏത് ചാപ്റ്ററിലാണ്? ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിലാണ്. കെൻഡിൽ എവിടെയാണ് ഡിസയേഴ്സ് അവേർഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്? സ്റ്റൊമക്കില്. BBCRലാണെങ്കിൽ അപ്പറ്റൈറ്റ്. വെരി ഗുഡ്. ഇപ്പൊ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് TPBയിൽ, അപ്പറ്റൈറ്റ് BBCRൽ, സ്റ്റൊമക്കിലാണ് കെൻഡിൽ കൊടുത്തിട്ടുള്ളത് ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ്. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ബേൺഡ്, ടേസ്റ്റ് ലോസ്റ്റ്, അങ്ങനെ ഒരുപാട് സബ് റൂബ്രിക്സ് ആയിട്ട് ടേസ്റ്റിന് കൊടുത്തു. ഇനി ഇറക്ടേഷൻസ് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ഇറക്ടേഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ TPBയിലുണ്ട്. അതിലുള്ള റൂബ്രിക്സ് ആണ് ഹാർട്ട് ബേൺ, ഹിക്കഫ്. ഹിക്കഫ് ഉള്ളത് ഇറക്ടേഷനിലാണ്. കെൻഡിൽ എവിടെ ഹിക്കപ്പ് കിട്ടുക? സ്റ്റൊമക്കിലാണ് കേട്ടോ. ഇറക്ടേഷനിൽ സ്റ്റൊമക്കിലാണ് കെൻഡിൽ കിട്ടുക കേട്ടോ. ഹാർട്ട് ബേൺ, ഹിക്കഫ് ഇറക്ടേഷനിൽ മാത്രമല്ല അഗ്രവേഷനിലും കിട്ടും. ഹിക്കഫ് എന്നുള്ളത് ഇറക്ടേഷൻസും ഉണ്ട്, അഗ്രവേഷൻ എന്നുള്ള ചാപ്റ്ററിലും കിട്ടും. പിന്നെ അപ്രൈസിങ്സ്, വാട്ടർ ബ്രഷ്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ നോസിയ ആൻഡ് വോമിറ്റിംഗ്. അതിൽ നോസിയ ഇൻ ത്രോട്ട്, ക്വാൽമിഷ്നസ് എന്നുള്ള റൂബ്രിക് കിട്ടുക നോസിയ ആൻഡ് വോമിറ്റിംഗിലാണ്. പിന്നെ റെച്ചിങ്, ലോത്തിങ്, അങ്ങനത്തെ റൂബിസ് ഒക്കെ കിട്ടുന്നത് നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ കേട്ടോ. അപ്പൊ ഇറക്ടേഷൻ എന്നുള്ള ചാപ്റ്ററും ഉണ്ട്, നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്നുള്ള ചാപ്റ്ററും ഉണ്ട്. പിന്നെ അബ്ഡമൻ 2 ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇന്റേണൽ അബ്ഡമനും ഉണ്ട്, എക്സ്റ്റേണൽ അബ്ഡമനും ഉണ്ട്. അതിൽ ഇന്റേണൽ അബ്ഡമനിൽ കൊടുത്തിരിക്കുന്ന റൂബ്രിക്സ് സ്റ്റൊമക്ക് ഒരു റൂബ്രിക് ആണ് ഇവിടെ. പക്ഷെ കെൻഡിൽ സ്റ്റൊമക്ക് ഒരു ചാപ്റ്റർ ആണ്. ഇവിടെ സ്റ്റൊമക്ക് ഒരു റൂബ്രിക് ആണ്. സ്റ്റൊമക്ക്, ഡയഫ്രം ഇന്റേണൽ അബ്ഡമനിലാണ് TPBയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ കെൻഡിൽ എവിടെ ഡയഫ്രം കൊടുത്തിട്ടുള്ളത്? ചെസ്റ്റിലാണ് കെൻഡിൽ കൊടുത്തിട്ടുള്ളത്. കെൻഡിൽ ചെസ്റ്റിലാണ് ഡയഫ്രം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹൈപ്പോകോൺട്രിയ, പിന്നെ ഓർഗൻ ഗ്ലാൻസ്, ലിവർ, സ്പ്ലീന്, അതൊക്കെ കൊടുത്തിട്ടുള്ളത് ഇന്റേണൽ അബ്ഡമനിലാണ്. എപ്പിഗ്യാസ്ട്രിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോയിൻസ്, ഗ്രോയിൻസ്, ഇത് രണ്ടും കൊടുത്തിട്ടുള്ളത് ഇന്റേണൽ അബ്ഡമനിലാണ്. പിന്നെ ഇൻഗ്വാനൽ റിങ്, ഹെർണിയ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഗ്വാനൽ റിങ് കൊടുത്തിട്ടുള്ളത് ഇന്റേണൽ അബ്ഡമനിലാണ്, ഹെർണിയ കൊടുത്തിട്ടുള്ളത് ഇന്റേണൽ അബ്ഡമനിലാണ്. അപ്പൊ ഏതൊക്കെയാണ് റൂബ്രിക്സ്? സ്റ്റൊമക്ക്, ഡയഫ്രം, ലിവർ, സ്പ്ലീന്, ലോയിൻസ്, ഗ്രോയിൻസ്. ഈ ഗ്രോയിൻസിന്റെ ബ്രാക്കറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീക്കം, ഇലിയോസീക്കൽ റീജിയൻ, പൗപ്പാർഡ്സ് ലിഗമെന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഗ്രോയിനിലാണ്. ഗ്രോയിന്റെ ബ്രാക്കറ്റിൽ കൊടുത്താണ് ഈ പൗപ്പാർഡ്സ് ലിഗമെന്റ്. പിന്നെ ഇൻഗ്വാനൽ റിങ് കൊടുത്തിട്ടുള്ളതും ഇന്റേണൽ അബ്ഡമനിലാണ്, ഹെർണിയ കൊടുത്തിട്ടുള്ളത് ഇന്റേണൽ അബ്ഡമനിലാണ് കേട്ടോ. ഇനി എക്സ്റ്റേണൽ അബ്ഡമനിൽ 3 റൂബ്രിക്കാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, 3 തന്നെ ഉള്ളൂ. പിറ്റ് ഓഫ് സ്റ്റൊമക്ക്, ഏതാണ് ഒരു റൂബ്രിക്ക്? പിറ്റ് ഓഫ് സ്റ്റൊമക്ക്. പിന്നെ ഇൻഗ്വാനൽ ഗ്ലാൻസ്, ഇൻഗ്വാനൽ റിങ് നമ്മൾ ഇന്റേണൽ അബ്ഡമനിൽ പഠിച്ചു, ഇവിടെ ഇൻഗ്വാനൽ ഗ്ലാൻസ് ഉള്ളത്. പിന്നെ മോൺസ് വെനേറിസ്.
അപ്പൊ ഏതൊക്കെയാണ് ആ 3 റൂബ്രിക്? പിറ്റ് ഓഫ് സ്റ്റൊമക്ക്, ഇൻഗ്വൈനൽ ഗ്ലാൻസ്, മോൺസ് വെനേറിസ്. ഇൻഗ്വൈനൽ റിംഗ് എവിടെ കിട്ടുക? ഇന്റേണൽ അബ്ഡോമനിലാണ്. ഇൻഗ്വൈനൽ ഗ്ലാൻസ് എക്സ്റ്റേണൽ അബ്ഡോമനിലാണ്. അപ്പൊ എക്സ്റ്റേണൽ അബ്ഡോമനിലെ ആ 3 റൂബ്രിക് എങ്ങനെയായാലും ഓർത്തിരിക്കുക. പിറ്റ് ഓഫ് സ്റ്റൊമക്ക്, ഇൻഗ്വൈനൽ ഗ്ലാൻസ്, മോൺസ് വെനേറിസ്. ഇനി ഫ്ലാറ്റുലൻസ് ഉള്ള ചാപ്റ്റർ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു റൂബ്രിക് ഇൻകാസറേഷൻ ഓഫ് ഫ്ലാറ്റസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മെഡിസിൻ ഗിവൺ ഡിസയർ ഫോർ സ്മോക്ക്ഡ് മീറ്റ് ഇൻ TPB. TPBയിൽ ഡിസയർ ഫോർ സ്മോക്ക്ഡ് മീറ്റിന് കൊടുത്ത മെഡിസിൻ ഏതാണ്? കൊടുത്ത മെഡിസിൻ ആണ് ചോദിച്ചത് കേട്ടോ. കോസ്റ്റിക്ക. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അത് ആ റൂബ്രിക് പറയാവോ എങ്ങനെയാണ്, ഏത് ചാപ്റ്ററിലാണെന്നൊക്കെ? ഡിസയർ ഫോർ സ്മോക്ക്ഡ് മീറ്റ്. ഡിസയർ എവിടെ കിട്ടും? ഏത് ചാപ്റ്ററിലെ ഡിസയറും അപേക്ഷനൊക്കെ നമ്മൾ പഠിച്ചേ? വെരി ഗുഡ്. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റില് ഡിസയേഴ്സിൽ സ്മോക്ക്ഡ് മീറ്റ്. കോസ്റ്റിക് ആണ് മെഡിസിൻ കേട്ടോ. പിന്നെ മെഡിസിൻ നോട്ട് മെൻഷൻ ഇൻ ഡിസൈഡ് ഓഫ് സ്മോക്ക്ഡ് മീറ്റ് ഏതാ? നോട്ട് മെൻഷൻ. വെരി ഗുഡ്. കാരണം നമ്മുടെ എപ്പോഴും നമുക്ക് ഡിസയർ ഫോർ സ്മോക്ക്ഡ് മീറ്റ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത് കാൽക്കേരിയ ഫോസ് ആണ്. പക്ഷെ അത് TPBയിൽ കൊടുത്തിട്ടില്ല. അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നതാട്ടോ. അത് ശരിക്കും കൊടുക്കണം എന്നായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല. പിന്നെ മെഡിസിൻ നോട്ട് ഗിവൺ ഇൻ ഡിസയർ ഫോർ സാൾട്ട് ഇൻ TPB. ഡിസയർ ഫോർ സാൾട്ടിന് TPBയിൽ കൊടുക്കാത്ത മെഡിസിൻ ഏതാന്ന് ചോദിച്ചത്. ഏത് നമുക്ക് നമ്മളെപ്പോഴും പറയുന്നത്? വെരി ഗുഡ്. നാട്രമുർ ആണ് കേട്ടോ. മെഡിസിൻ നോട്ട് ഗിവൺ ഇൻ ഡിസയർ ഫോർ വെരി ഗുഡ്. മെഡിസിൻ നോട്ട് ഗിവൺ ഇൻ ഡിസയർ ഫോർ ഇൻഡൈജസ്റ്റബിൾ തിങ്സ് ഏതാണ്? നോട്ട് ഗിവൺ ആ ചോദിച്ചത്. ഡിസയർ ഫോർ ഇൻഡൈജസ്റ്റബിൾ തിങ്സ്. കാൽക്കേരിയ കാർബ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ മൈൻഡ് ചാപ്റ്ററിൽ ഫ്രീക്വന്റ്ലി നമ്മൾ എല്ലാ റൂബ്രിക്കിലും കാണുന്ന മെഡിസിൻ ഏതാണ്? ഇതൊക്കെ ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ലിമിറ്റേഷൻസിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മുടെ TPBന്റെ ലിമിറ്റേഷനിൽ ഇന്ന മെഡിസിൻ കൊടുത്തിട്ടില്ല, ഇന്ന മെഡിസിൻ മാത്രമേ കൊടുത്തുള്ളൂ, അതിന് ഡ്യൂ ഇമ്പ്യൂട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കുറച്ച് പോയിന്റ്സ് കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ടാണ് ഇട്ടത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റൂൾ എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റെക്റ്റം എന്നുള്ള ചാപ്റ്റർ എവിടെ ഇല്ല? TPBയിൽ ഇല്ല. നമ്മുടെ കെൻഡിലെ റെക്റ്റം എന്നുള്ള ചാപ്റ്ററിന് വരുന്ന ഒരു ചാപ്റ്റർ ആണ് സ്റ്റൂള്. ഇവിടെ റെക്റ്റം എന്നുള്ളത് ഒരു റൂബ്രിക് ആണ്, ചാപ്റ്റർ അല്ല കേട്ടോ. അപ്പൊ സ്റ്റൂളിൽ വരുന്നത് ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ആനസ്, ഹെമറോയിഡ്സ് വരുന്നത് സ്റ്റൂളിലാണ്, റെക്റ്റം വരുന്നത് സ്റ്റൂളിലാണ്, പെരിനിയം വരുന്നത് സ്റ്റൂളിലാണ്. പിന്നെ വേംസ്, റൗണ്ട് വേംസ്, ടേപ്പ് വേംസ്, ത്രെഡ് വേംസ്, ഈ 4 ടൈപ്പ് റെപ്രസെന്റേഷൻ ആണ് വേംസിന് കൊടുത്തിട്ടുള്ളത്. വേംസ്, റൗണ്ട് വേംസ്, ടേപ്പ് വേംസ്, ത്രെഡ് വേംസ്, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? സ്റ്റൂൾ എന്നുള്ള ചാപ്റ്ററിലാണ്. റെക്റ്റം എന്നുള്ള ചാപ്റ്റർ ഇല്ല എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ബ്ലൈൻഡ്നെസ് എവിടെ കിട്ടുക? ബ്ലൈൻഡ്നെസ്